വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. അങ്ങനെ ഡിസയറിന് ഒരു എതിരാളി വന്നേക്കുകയാണ്. നമ്മുടെ ഏറ്റവും പുതിയ ഹോണ്ട അമേസ് വന്നേക്കുകയാണ്. ഡിസയർ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു വണ്ടി കൊടുക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കമ്പയർ ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് മോഡലാണ്. കാരണം അത്യാവശ്യം അഫോർഡബിളായ പ്രൈസിൽ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ രണ്ട് വണ്ടികളും തരുന്നുണ്ട്. അമേസിൻ്റെ ബേസ് എന്ന് പറയുന്നത് വി എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ആണ്. ഡിസയറിൻ്റെ നോക്കുകയാണെങ്കിൽ LXi വേരിയൻ്റ് ആണ്. അമേസിൻ്റെ വില നോക്കുകയാണെങ്കിൽ 8 ലക്ഷം രൂപയോളം എക്സ്-ഷോറൂം പ്രൈസ് വരുന്നുണ്ട് ബേസ് മോഡലിന് തന്നെ. എന്നാൽ നമ്മുടെ ഡിസയർ നോക്കുകയാണെങ്കിൽ 6.8 ലാക്കോളം എക്സ്-ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. ഡിസൈനിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഡിസയർ ആണ് കുറച്ചുകൂടെ ഭംഗിയുള്ള വണ്ടി എന്ന് പറയേണ്ടി വരും. കാരണം വണ്ടിയുടെ പ്രൊപ്പോർഷണാലിറ്റിയൊക്കെ അടിപൊളിയാണ്. ഒരു കുഞ്ഞ് സെഡാൻ എന്നുള്ള ഫീൽ ആ വണ്ടി തരുന്നുണ്ട്. പിന്നെ റോഡിൽ പോകണമെങ്കിൽ നല്ല റോഡ് പ്രസൻസ് ഒക്കെ ആ ഒരു വണ്ടി തരുന്നുണ്ട്. അതായത് എന്നാൽ അമേസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പഴയ അമേസ് പോലെ ഇരിക്കുന്നത്. ഫ്രണ്ടിലെ ഡിസൈൻ നമ്മുടെ എലിവേറ്റ് പോലെയും റിയൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ സിറ്റി പോലെയും ആ ഒരു പുതുമ മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്ട് ആ ഒരു പഴയ അമേസിൻ്റെ ആ ഒരു ഫീലാണ് നമുക്ക് ആ ഒരു വണ്ടി തരുന്നത്. ഇനി വണ്ടിയുടെ ആ ഒരു ഡയമെൻഷൻ നോക്കിയാലും രണ്ടും ലെങ്തിൻ്റെ കാര്യത്തിൽ സെയിം തന്നെയാണ്. 3995 mm ആണ് രണ്ട് വണ്ടിയുടെയും ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ വണ്ടിയുടെ ആ ഒരു വീതി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീതി കൂടുതൽ നമ്മുടെ ഡിസയറിനാണെന്ന് പറയേണ്ടി വരും. പിന്നെ വണ്ടിയുടെ ഹൈറ്റ് നോക്കിയാലും കുറച്ചുകൂടെ ഹൈറ്റ് നമ്മുടെ ഡിസയറിന് തന്നെയാണ്. ഹൈറ്റും വീതിയും കുറച്ച് കൂടുതൽ നമ്മുടെ ഡിസയറിനാണ് വന്നേക്കുന്നത്. പിന്നെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ വന്നേക്കുന്നത് നമ്മുടെ അമേസിലാണ്. അമേസിൽ 416 ലിറ്റേഴ്സോളം ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. എന്നാൽ ഡിസയർ നോക്കുകയാണെങ്കിൽ 382 ലിറ്റേഴ്സ് മാത്രമേ ആ ഒരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളൂ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലും നമ്മുടെ അമേസിനാണ്. വെയിറ്റ് കൂടുതൽ അമേസിനാണ്. 1380 കിലോഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. രണ്ട് വണ്ടിയുടെയും ബേസ് മോഡൽസിൽ 14 ഇഞ്ചിൻ്റെ വീൽസ് ആണ് വന്നേക്കുന്നത്. ഇപ്പം ഡിസയർ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിലെ പിയാനോ ബ്ലാക്ക് ഫിനിഷൊന്നും ആ ഒരു കുറഞ്ഞ മോഡൽ വന്നിട്ടില്ല. റിയറിലും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊന്നും വന്നിട്ടില്ല. വെറും ബ്ലാക്ക് ഫിനിഷാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഹെഡ് ലാമ്പ് നോക്കിയാണെങ്കിൽ അതിൽ പ്രൊജക്ടർ പ്ലസ് ഹാലജൻ ബൾബ് കൊടുത്തേക്കുന്ന ആ ഒരു LED ലൈറ്റ് കുറഞ്ഞ മോഡലിൽ അവർ കൊടുത്തിട്ടില്ല. എന്നാൽ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ അത് ഫുള്ള് LED ആണ് വന്നേക്കുന്നത്. പിന്നെ ആ ഒരു ORVMസും ഡോർ ഹാൻഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ അതും ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്ന, ബോഡി കളറിൽ വന്നിട്ടില്ല. എന്നാൽ അമേസിൽ അങ്ങനെയൊന്നുമല്ല. അമേസിൽ നമ്മുടെ ടോപ്പ് ആൻഡ് മുകളിൽ കിടന്ന ആ പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഫുള്ള് LED ലൈറ്റുകളും DRLും ബോഡി കളറായിട്ടുള്ള ആ ഒരു ഡോർ ഹാൻഡിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ടോപ്പ് ആൻഡ് മുകളിൽ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ബേസ് മോഡലിലും കിട്ടിയേക്കുന്നത്. എന്നാൽ റിയറിൽ ആ ഒരു പാർക്കിംഗ് ക്യാമറ വന്നിട്ടില്ല, പകരം സെൻസറുകളാണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമേ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാവരും നോക്കുകയാണെങ്കിൽ ടോപ്പ് ആൻഡ് മുകളിലെ പോലെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ അമേസിൽ കൊടുത്തേക്കുന്നത്. ഡിസയർ LXiയുടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബേസിക് ആണെന്നുള്ള ഫീൽ നമുക്ക് കാണുമ്പോൾ തന്നെ കിട്ടും. കാരണം ടോപ്പ് ആൻഡ് മോഡലായിട്ട് യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസിലും ആ ഒരു കളർ തീമിലും കുറച്ച് വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ മിസ്സിങ് ഈ വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല, ടച്ച് സ്ക്രീൻ വരുന്നില്ല, സ്പീക്കർ പോലും വരുന്നില്ല. അതിൽ നമ്മൾ അഡീഷണലായിട്ട് വയ്ക്കേണ്ടി വരും. പിന്നെ സ്റ്റിയറിംഗ് നോക്കിയാലും ബേസ് മോഡലായതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾ ഒന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. അമേസിലാണെങ്കിൽ നേരെ മറിച്ചാണ് കാര്യങ്ങൾ. ടോപ്പ് ആൻഡ് മോഡലായിട്ട് കളർ തീമിലും മെറ്റീരിയലൊക്കെ ചെറിയ മാറ്റമുണ്ട്, എങ്കിലും നമുക്ക് വലുതായിട്ട് അത് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു ബേസ് മോഡലും അവർ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു 8 ഇഞ്ച് ടച്ച് സ്ക്രീനും അതിൽ വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും 4 സ്പീക്കറുകളും എല്ലാം ബേസ് മോഡലിലും അവർ കൊടുത്തിട്ടുണ്ട്. അതായത് കൂടിയ മോഡലിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ബേസ് മോഡലിലും ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അമേസിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് നോക്കിയാലും സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾ ഏറ്റവും കുറഞ്ഞ മോഡലിലും അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ മോഡലിലും രണ്ട് വണ്ടികളിലും 4 ഡോറിലും പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ AC കുറഞ്ഞ മോഡലിൽ 2 പേരും കൊടുത്തിട്ടില്ല. പിന്നെ റിയറിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതായത് അമേസിൽ 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, നോൺ അഡ്ജസ്റ്റബിൾ ആണ്. എന്നാൽ ഡിസയർ നോക്കുകയാണെങ്കിൽ 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുള്ളൂ, അതും നോൺ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ റിയർ ഡീഫോഗർ രണ്ട് വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് വണ്ടികളിലും ആ ഒരു USB-C പോർട്ടൊന്നുമില്ല. 12 വോൾട്ടിൻ്റെ സോക്കറ്റാണ് കുറഞ്ഞ മോഡലിൽ രണ്ട് വണ്ടികളും കൊടുത്തേക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസയർ LXiയിൽ തന്നെ നമുക്ക് 6 എയർ ബാഗുകൾ വരുന്നുണ്ട്, ABS വിത്ത് EBD വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്, ഐസോഫിക്സ് സീറ്റ് വരുന്നുണ്ട്. അമേസിൽ നോക്കുകയാണെങ്കിൽ അതിലും 6 എയർ ബാഗുകൾ, ABS വിത്ത് EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൂടാണ്ട് എക്സ്ട്രാ ആയിട്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും ഐസോഫിക്സ് സീറ്റൊക്കെ വരുന്നുണ്ട്. ഏറ്റവും കൂടിയ മോഡലാണ് അമേസിൽ നമുക്ക് അഡാസ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡിസയറിന് എക്സ്ട്രാ ആയിട്ട് 5 സ്റ്റാർ റേറ്റിംഗും വരുന്നുണ്ട്. ഗ്ലോബൽ ഗ്യാപ്പ് ഈ വണ്ടിക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ. അമേസ് ഏറ്റവും പുതിയ മോഡൽ ഇനിയും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റേറ്റിംഗ് അറിയാൻ കഴിയത്തുള്ളൂ.
രണ്ട് വണ്ടിയുടെയും എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 1.2 ലിറ്ററാണ് വരുന്നത്. പക്ഷേ അമേസിൽ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട്. ഡിസയർ നോക്കുകയാണെങ്കിൽ 3 സിലിണ്ടറേ വരുന്നുള്ളൂ. അമേസ് 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടെ സ്മൂത്താണ്, വൈബ്രേഷൻ കുറവാണ്, കുറച്ചുകൂടെ പവർ കൂടുതലാണ്. ഓടിക്കാൻ കുറച്ച് രസം തോന്നുന്നത് ചിലപ്പം അമേസ് ആയിരിക്കും. അമേസിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഏകദേശം 90 HP പവറും 110 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഡിസയർ ആണെങ്കിൽ 82 HP മാത്രമേ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, 112 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് വണ്ടിയിലും 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആവുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ അവിടെയും അമേസിനാണ് കുറച്ച് മേൽക്കോയ്മ. അമേസിൽ നമുക്ക് 7 സ്പീഡ് CVT ഗിയർ ബോക്സ് കിട്ടുന്നുണ്ട്, അതിന് പാഡൽ ഷിഫ്റ്റും അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഡിസയർ നോക്കുകയാണെങ്കിൽ ഡിസയറിൽ വരുന്നത് ഒരു AMD ഗിയർ ബോക്സ് ആണ്, ഒരു 5 സ്പീഡ് AMD ഗിയർ ബോക്സ് ആണ് വരുന്നത്. അമേസിൻ്റെ ഏറ്റവും കുറഞ്ഞ വേരിയൻ്റായ V തന്നെ CVT ഗിയർ ബോക്സ് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് 9.2 ലാക്കോളം വില വരുന്നുണ്ട്. ഈ ഡിസയർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓട്ടോമാറ്റിക് AMD ഉള്ള വേരിയൻറ്റിന് ഏകദേശം 8.24 ലാക്കോളാണ് വില വരുന്നത്. വില കൂടുതൽ അമേസിനാണ്, എങ്കിലും നമുക്ക് അതിൽ കിട്ടുന്നത് 7 സ്പീഡ് CVT ഗിയർ ബോക്സ് ആണ്. അതുകൂടാണ്ട് അതിൽ പാഡൽ ഷിഫ്റ്റും അവർ കൊടുത്തിട്ടുണ്ട്. മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത് ഡിസയറിനാണ്. കമ്പനി 20 മേലെയാണ് മൈലേജ് പറയുന്നത്. അമേസിൽ നോക്കുകയാണെങ്കിൽ 18-19 കമ്പനി മൈലേജ് പറഞ്ഞേക്കുന്നത്. അതൊരു 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ 3 സിലിണ്ടറുള്ള ഡിസയറിനെക്കാളും മൈലേജ് അതിന് കുറവായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.